Happy na? Savadika. Savadika. Savadika में Namaste. Namaste. Savadika. This side away from you. Okay. Welcome to Viva Garden and Bangkok, Thailand. Every day you stay here, we make you smiling every day. Thank you. Oh, swimming pool, fitness, sauna room, and club. Okay. Welcome your second home. Thank you. Are you happy? But big bed, na? Happy? Long enough. What's inside the fridge? Plates What's in in there. the fridge? Plates in there. Hot Hey, plate. got some water. Yeah, okay. Nice. Then Free water. glass in there. ഞാനത് ലഭിക്കുന്നു എന്ത് വേണം? Water. I love free water. കത്തി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതുണ്ട്. Amma, I love a free water. Okay, It's a microwave. ഇട്ടിച്ചിട്ടുണ്ട്. പല മണ്ടയ്ക്ക്. ഇവിടെ ഡിഷ് വാഷ് ലിക്വിഡ് എല്ലാം ഉണ്ട്. Dishwater. ആദ്യമായിട്ടാണല്ലേ വേണ 2 bedroom അപ്പാർട്ട്മെന്റ് വാടകയ്ക്ക് എടുത്തിട്ട് ഞങ്ങളിതാ ഇന്നത്തെ ദിവസം പകലും പേരും പോയി രാത്രി കറങ്ങാൻ ഇറങ്ങിയിരിക്കുകയാണ്, ഷോപ്പിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ജസ്റ്റ് വന്നിട്ടുള്ളൂ. അതാണ് നമ്മുടെ ആ ബാക്ക്ഗ്രൗണ്ട് വേണ്ടി അവിടെ ചായ എടുക്കാം അല്ലേ? എടുത്തിട്ടല്ലോ. എന്താ ഞാൻ വീട്ടിലും ജോലി, ഇവിടെ ടൂർ വന്നാലും ജോലി, എന്താ ചെയ്യും? ശരിയല്ലടാ. അത് ഈ ഇത്ര രാജകീയമായ സ്ഥലത്ത് കൊണ്ടുവരുമ്പോ കുറച്ച് പണിയൊക്കെ എടുപ്പിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. പണി എടുത്തില്ലെങ്കിൽ പിന്നെ ഞാൻ കഷ്ടപ്പെടും. അതുകൊണ്ട് പിന്നെ സന്തോഷത്തോടെ പണി എടുക്കുക. ഒരു രക്ഷയില്ലാത്ത ഭക്ഷണം ഇല്ലേ? ഹേയ് നല്ല പാട്തായി, നല്ല ഉഗ്രം പാട്തായി. പാട്തായിന്നൊക്കെ പറഞ്ഞിട്ട് വെജിറ്റേറിയൻ മതി എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഉള്ളിൽ കുറെ മുട്ട ഉണ്ടാക്കിയൊക്കെ ഇട്ടിട്ട് ഫിഷ് സോസ് ഒക്കെ വെച്ചിട്ട് ഒരു കഴിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങൾക്ക് നോൺ വെജിന്റെ സ്മെല്ലൊക്കെ ഇഷ്ടമുള്ളവർക്ക് പ്രശ്നമില്ല. പക്ഷെ വെജിറ്റേറിയൻകാർ ശരിക്കും നഷ്ടപ്പെടും. പ്രത്യേകിച്ച് തായ്ലൻഡ് വന്നു കഴിഞ്ഞാൽ വെജിറ്റേറിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാത്തിന്റെ ഉള്ളിൽ മുട്ടയും ചെമ്മീൻ പൊടിയാണ് പ്രശ്നം. ചെമ്മീന്റെ പൊടിയുടെ മണം ആക്ഷേപിക്കില്ല, അവർക്ക് ഇഷ്ടമല്ല. ആക്ഷേപിക്കുന്നല്ല ഞാൻ പറഞ്ഞതാ, ബുദ്ധിമുട്ട് പറഞ്ഞതാ. അത് ഈ ഫാർ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. മീൻ വെജിറ്റേറിയൻ ആണ്. നിങ്ങൾ എന്തൊക്കെ വന്നു തുടങ്ങിയപ്പോഴാണ് ഈ വെജിറ്റേറിയൻ എന്നുള്ള തന്നെ അവർ കേൾക്കുന്നത്. അതിന് മുമ്പ് വെജിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇൻക്ലൂഡഡാ. നമ്മുടെ നാട്ടിലും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പശുവിനെ തിന്നാത്ത ആൾക്കാരുണ്ടായിരുന്നില്ല പണ്ടൊക്കെ. ആവശ്യത്തിന് കൂടുതൽ ധാന്യം അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് ഒക്കെ വന്നു തുടങ്ങിയപ്പോഴാണ് ആൾക്കാർ ധാരാളിത്തത്തിന്റെ ഇതാണ് വെജിറ്റേറിയൻ ആയത്. അപ്പൊ എന്നിട്ട് എന്താ പരിപാടി ഇന്ന്? ഇന്നലെ ചോറ് വെച്ചിട്ട് ചോറ് കൊടുത്തിട്ട് വേണം എനിക്ക് നമുക്ക് ഇറങ്ങാൻ. എനിക്കിട്ടല്ലേ ഉള്ളൂ. അവയ്ക്ക് ചായ എടുക്കണം. ഞാൻ ചായ കുടിച്ചു, താങ്കൾ കുടിച്ചു. അവിക്കുട്ടാ ഇതാണ് ഞാൻ പറഞ്ഞ റൈസ് ഒക്കെ കുക്ക് ചെയ്യുന്ന പാസ്പോർട്ട്. എന്താണ് പേര്? പാസ്പോർട്ട് എന്നാണ്. ഇതിനെ റൈസ് കുക്കർ എന്നോ എന്താ വിളിക്കാന്ന് എനിക്കറിയില്ല. കാരണം ഇതിലെല്ലാം കുക്ക് ചെയ്യാം. വെജിറ്റബിൾസ് ബോയിൽ ചെയ്യാമെന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇതില്. ഞാനിതിൻ്റെ ഉള്ളിലാണ് എല്ലാ സംഭവം, മുട്ട പുഴുങ്ങുന്നതും. പക്ഷെ ഇവിടെ പിന്നെ മുട്ട പുഴുങ്ങാൻ ഇവിടെ ഓപ്ഷൻ ഉണ്ട് നമുക്ക് കിച്ചൺ ഉള്ളതുകൊണ്ട്
ഞാൻ ഇതിൽ സാധാരണ ഒരു പാത്രത്തിൽ തന്നെയാണ് മുട്ട പുഴുങ്ങുന്നത്. പക്ഷേ ചോറ് വെക്കുന്നത് ഇതിൽ തന്നെയാണ്, ഇതിലാണ് കംഫർട്ടബിൾ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറ് വെക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഈ സ്പൂണിന് 2 സ്പൂണാണ് എൻ്റെ അളവ്. ഇവിടെ 2 പേർക്ക് കഴിക്കാൻ പറ്റുന്ന ചോറിന്. അപ്പോൾ വെള്ളം പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് വെള്ളം കുറച്ച് വെച്ചാൽ മതി. പിന്നെ ആരും ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്തിൽ വറ്റിച്ചെടുക്കുന്ന, അതാണ് വെള്ളത്തിൽ പറ്റിച്ചെടുക്കുകയാണ് നമ്മൾ ചോറ് ചെയ്യുന്നത്, അല്ലാണ്ട് വെള്ളം ഊറ്റി കളയുന്നില്ല ഇതിൽ. അപ്പോൾ പാസ്പോർട്ടാണ് ഇത്. നമ്മൾ എവിടെ നിന്ന് വാങ്ങിച്ചാൽ ഞാൻ കാരിഫോറിന്നാന്ന് തോന്നുന്നു അല്ലേ, എനിക്ക് ഓർമ്മയില്ല. ഇപ്പോൾ വെള്ളം ഇതിൻ്റെ ഒരു 1/4 പോർഷൻ ഒഴിച്ചാൽ മതി കേട്ടോ. ഇത് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അരി ഒന്ന് നന്നായി കഴുകുക. ബസ്മതി റൈസ് വൈറ്റ് ആണ് കേട്ടോ. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് വൈറ്റ് ആണോ ബ്രൗൺ ആണോ എന്ന്. ബസ്മതി റൈസ് സാധാരണ നമ്മൾ ബിരിയാണിക്കൊക്കെ യൂസ് ചെയ്യുന്ന വൈറ്റ് റൈസ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പം നിങ്ങൾക്കിത് ഞാൻ പറഞ്ഞല്ലോ കെറ്റിൽ യൂസ് ചെയ്യാം കേട്ടോ. കെറ്റിൽ ഇതൊന്നും ഇല്ലെങ്കിൽ സാധാരണ കെറ്റിൽ ഞാൻ ആദ്യത്തെ പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ വെള്ളം എപ്പോഴും ശ്രദ്ധിക്കുക. ഒരുപാട് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ കെറ്റിലിൽ നിന്ന് ഓവർഫ്ലോ ചെയ്ത് പുറത്തേക്ക് കംപ്ലീറ്റ് പോകും. പക്ഷെ അതൊന്ന് സൂക്ഷിക്കുകയാണെങ്കിൽ കെറ്റിലിൽ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് അടച്ചു വെക്കുക. ഈ പാത്രത്തിന്റെ ഒരു 1/4 ഭാഗം മാത്രമേ ഞാൻ വെള്ളം വെച്ചിട്ടുള്ളൂ. വെച്ചതിന് ശേഷം ഇതിൽ ഓപ്ഷൻ റൈസ് എന്നുള്ള പാസ്ത, റൈസ്, ടീ, കോഫി എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ എപ്പോഴും റൈസ് എന്നുള്ള ഓപ്ഷനിലാണ് ഇടുന്നത് സംഭവം. അപ്പോൾ ലൈറ്റ് കത്തും അവിടെ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ബോയിൽ എന്നുള്ള ഓപ്ഷനിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടിന്യൂസ് ആയി ബോയിൽ ചെയ്തുകൊണ്ടേയിരിക്കും, ഓഫ് ആവില്ല. ആ സമയം ചിലതിൽ ഇടുക കഴിഞ്ഞാൽ അത് കുറച്ച് സമയം കഴിയുമ്പോൾ അത് ഓഫ് ആവും, പിന്നെ അത് കുറച്ച് കഴിഞ്ഞിട്ട് ഓൺ ആയിരിക്കുള്ളൂ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് മാറ്റം വരുത്തുക. ബോയിൽ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയി ബോയിൽ ചെയ്ത്. അപ്പോൾ ഞാൻ എഗ്ഗൊക്കെ ബോയിൽ ചെയ്യാൻ ഇടുമ്പോൾ പണ്ട് ബോയിൽ എന്നുള്ള ഓപ്ഷനിലാണ് ഇടാറ്. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അത് തിളച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് അടച്ചു വെക്കാം. അപ്പോൾ വെള്ളം തിളച്ച് ഓവർഫ്ലോ ചെയ്യാൻ പോകുന്നുണ്ടെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് തുറന്നു വെച്ചാൽ മതി. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു 20 മിനിറ്റ് നമ്മൾ ഓൾറെഡി സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കാരണം പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും നമ്മുടെ ബസ്മതി റൈസ്. ഇത് കണ്ട റൈസിൻ്റെ ഓപ്ഷനിൽ ഇട്ടപ്പോൾ റൈസ് റെഡിയായി അങ്ങനെ ഓഫായി കിടക്കുമായിരുന്നു. അടിപൊളിയായിട്ട് നമ്മുടെ റൈസ് കുക്കായിട്ടുണ്ട്. ഞാൻ ഇച്ചിരി അധികം കുക്ക് ചെയ്യും, കാരണം പിള്ളേർക്ക് കുറച്ച് നന്നായിട്ട് ചോറ് വേവണം. അപ്പം ആ റൈസ് ഓപ്ഷനിൽ ഇട്ടാൽ അങ്ങനെയാണ് കേട്ടോ. കുറച്ചൊന്ന് പുറത്തേക്ക് തൂയി പോയിട്ടുണ്ടായിരുന്നു, എന്നാലും അടിപൊളിയായിട്ട് നമുക്ക് റൈസ് കുക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇത്രയുള്ള പരിപാടി. പിന്നെ ഞാനിവിടെ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ചോറ് വേവിച്ചിട്ടുണ്ട്, മുട്ട പുഴുങ്ങിയിട്ടുണ്ട്, അച്ചാറ്, പപ്പടം, തൈര്. ഇതാണ് നമ്മുടെ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. കുശാൽ. എന്നിട്ട് ഇന്നലെ രാവിലെയാണ് ഞങ്ങൾ ലാൻഡ് ചെയ്തത്. 4:30 ആയി ആക്ച്വലി മോർണിംഗ്. അതായത് ദുബായ് ടൈം 4:30 എത്തിയപ്പോൾ ഇവിടെ 3 മണിക്കൂർ ഹെഡാണ്. അതായത് ഇപ്പോൾ ഇവിടുത്തെ 7:30ക്കാണ് ഞങ്ങൾ ലാൻഡ് ചെയ്തത്. എന്നിട്ട് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി സാധാരണ രീതിയിൽ ഒരു മണിക്കൂറിനുള്ളിൽ നമ്മൾ എയർപോർട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് കിടക്കുന്നത്. പക്ഷെ ഇന്നലെ ശരിക്കും പെട്ടുപോയി. 3 മണിക്കൂറാണ് ഞങ്ങൾ ആ ക്യൂവിൽ നിന്നത്. വിസ ഓൺ അറൈവൽ ആയിരുന്നല്ലോ വിസ. അപ്പോൾ അവിടെ ഒരു ജനസാഗരം തൃശ്ശൂർ പൂരം മാറി നിൽക്കുക. അതുപോലെ ഈ ഇന്ത്യന്നും എന്താ പറയാ ഈ നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു കൂടുതലും, പിന്നെ തമിഴും, അങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ ഒരുമാതിരി ഇങ്ങനെ ആകെ തിരക്കില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞതിനുള്ളിൽ പോകണ്ടെന്ന് വിചാരിച്ചു. നന്ദി തുടങ്ങി ആകെ കരച്ചിലായിരുന്നു. ഉറക്ക ക്ഷീണം, കാരണം 4:30 എത്തിയിട്ട് പിന്നെ ഉറങ്ങാൻ പറ്റില്ലല്ലോ. അപ്പൊ അവനെ അച്ഛൻ എടുക്കേണ്ടി വന്നു. കുറച്ചു നേരം ഞാൻ എടുത്തു, പിന്നെ എനിക്ക് കൈ കഴിച്ചപ്പോ പിന്നെ ഞാൻ കൊടുത്തു. അങ്ങനെ ആ കൊച്ചിനെ എടുത്ത് 3 മണിക്കൂർ നിന്ന് ക്യൂവിൽ നിന്ന് വിസ കിട്ടി പുറത്തിറങ്ങിയപ്പോ പരിവായി. അപ്പൊ ഇന്നലെ പിന്നെ കാര്യമായിട്ടൊന്നും പുറത്തൊന്നും പോയില്ല. നൈറ്റാണ് ഞങ്ങളൊന്നും പുറത്ത് പോയത്. അങ്ങനെ എന്നെ കൊണ്ട് MBKയിൽ ഷോപ്പിംഗ് മോളിൽ പോയിട്ട് കുറച്ചൊന്ന് ഷോപ്പ് ചെയ്തു. വളരെ കുറച്ച് മാത്രം ഷോപ്പ് ചെയ്തുള്ളൂ ഇന്നലത്തെ ദിവസം. എന്നോട് പറഞ്ഞേ 2-3 നീ വേറെ ഒന്നും എടുക്കണ്ട, ലഗേജ് ലൈറ്റ് ആയിട്ട് കൊണ്ടുവന്നാൽ മതി, കാരണം നമ്മൾ അരിയൊക്കെ കൊണ്ടുവരുന്നതാണ്, അതുകൊണ്ട് ഒരു പെട്ടി മാത്രം എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ഒന്നും എടുത്തില്ല. അറിയോ ജാൻ ജോഷി ചിരിക്കല്ലേ. എന്നോട് നീ എന്തിന് ഇത്ര മതി 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 എന്ന് പറഞ്ഞു. അപ്പൊ ആണുങ്ങളെ സ്വഭാവം ഇന്നലെ കാണിച്ചു. എന്നോട് 2 ടോപ്പ് എടുത്താൽ മതി, 2 ജീൻസ്, ഒരു ജീൻസും 2 ടോപ്പ് എടുത്താൽ മതി, ബാക്കിയൊക്കെ ഇവിടെ വന്ന് വാങ്ങിച്ചിട്ടാന്ന് പറഞ്ഞായിരുന്നു. വന്നപ്പോ എടുത്തില്ലേ മതി മതി ഇത്ര മതി വാങ്ങിച്ച സാധനങ്ങൾ ഇപ്പൊ കാണിച്ചു തരൂട്ടെ. എന്നിട്ട് നിങ്ങൾ തന്നെ ഒരു ജഡ്ജ്മെന്റ് തീരുമാനിക്കട്ട. ഒന്നുമില്ല. നന്ദുവിന് ബോർ അടിച്ചു തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞു ഇനി പിന്നെ ഒരിക്കലും ആവാം. ഇന്നലെ നന്ദുവിനെ 2 കുത്തുവെച്ചൊക്കെ തോന്നി എനിക്ക്. ഇൻസ്റ്റകളെ കൊണ്ട് ഞാൻ പുറത്ത് പോവില്ല. ഞാൻ അവി കൂടെ പൊക്കോളാം. ഇതൊരു ടോപ്പ് എടുത്തു. പിന്നെ പെൺകുട്ടിയായിട്ട് എനിക്കുണ്ടായിരുന്നു ഒരു ടോപ്പ് എടുത്തു. എങ്ങനെയുണ്ട്? ഇങ്ങനെ കണ്ടാലൊന്നും അറിയില്ല. ഞാൻ ഇട്ട് പിന്നെ വേറെ എപ്പിസോഡിൽ കാണിച്ചു തരാം. പിന്നെന്താ എടുത്തത്? കാര്യത്തൊന്നും എടുത്തില്ല. അവര് പറയാ ഇതാണ് വീട് ചെയ്ത് ഇത്ര വലിയ ഷോപ്പിംഗ് ആന്ന് പറഞ്ഞ് കാണിച്ചത്. ഇത് ഫസ്റ്റ് ഡേ നൈറ്റ് ഇട്ടാ ഒരു പ്രാവശ്യം, ഒരു ദിവസത്തിന്റെ. പിന്നെ ഒരു എന്താ പറയാ ഇങ്ങനത്തെ ഒരു സംഭവം
ഇതൊക്കെ ഞാൻ ഇട്ട എങ്ങനെയാന്ന് എനിക്കറിയില്ല. ഇതൊക്കെ പരീക്ഷണാർത്ഥം വാങ്ങിക്കുന്നതാണ്. ഇതൊക്കെ മിക്കവാറും കബോർഡിൽ തന്നെ ഇങ്ങനെ വെറുതെ ഇരിക്കും ആനങ്ങാണ്ട്. പക്ഷെ കണ്ടപ്പോ ഒരു ഭംഗി തോന്നി വാങ്ങിച്ചതാണ്. ഇവിടുത്തെ നമ്മുടെ ഇതൊക്കെ ഈശ്വര ദൈവമേ, കൊച്ചു പിള്ളേര് വണ്ണം പാടില്ല ഇതിനൊന്നും. ഇത് കിട്ടി കഴിഞ്ഞാല് നല്ല മെലിഞ്ഞിരിക്കുന്നവർക്ക് ഭംഗി ഉണ്ടാവുള്ളൂ. നന്ദൂസിന് ഒരു ആനക്കുട്ടീനെ കണ്ടപ്പോ, പണ്ട് എന്റെ മോന് ആനക്കുട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭ്രാന്തായിരുന്നു. അപ്പൊ തായ്ലൻഡിന്റെ അല്ല ആന, അപ്പൊ ആനയുടെ ഒരു ടീഷർട്ട് വാങ്ങിച്ചു. പിന്നെന്താ ഇത്ര ഉള്ളു ഞാൻ കണ്ട ഇത്ര ഇന്നലെ വാങ്ങിച്ച പരിപാടി. പിന്നെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. എങ്ങനെയുണ്ട് കളർ കോമ്പിനേഷൻ? കളറ് എനിക്ക് ചെയ്യുന്നത് അറിയില്ല, ഇടുമ്പോ തന്നെ അറിയാൻ പറ്റുള്ളൂ. ചേട്ടനവർക്ക് കൊടുക്കല്ലോ. ഇല്ല, ഇതിന്റെ തന്നെ 2 സ്കേർട്ടിന്റെ തന്നെ 2 ടൈപ്പ് 2 കളർ എടുത്തു. എന്തായാലും വന്നതല്ലേ എന്ന് വെച്ചിട്ട്. ഇത് ഒരു ബ്ലൂ, ഇതൊരു ഇത്രേ എടുത്തിട്ടുള്ളൂ ഞാൻ. ഇതാണ് വലിയ ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് ഭർത്താവ് പറഞ്ഞത്. ഇത് 1 മണിക്കൂർ നേരത്തെ അഭ്യാസമാണ്. പിന്നെ 2 കയ്യിലിടാനുള്ള അതെവിടെ പോയി? കയ്യിലിടാനുള്ള ബ്രേസ്ലെറ്റ് വാങ്ങിച്ചു. അത് എവിടെയെങ്കിലും എനിക്കറിയില്ല. ആ വീഡിയോയില് അത്രേ ഉള്ളൂ, ഇത്ര സംഭവിച്ചിട്ടുള്ളൂ. ഇനി ഇത് കൂടുതൽ വാങ്ങിക്കുമ്പോ ഞാൻ കൂടുതൽ കാണിച്ചു തരാം കേട്ടോ. ഇത്ര സംഭവിച്ചിട്ടുള്ളൂ, കൂടുതൽ വാങ്ങിച്ച എന്നെ ദുഷ്ടൻ പറ്റിച്ചു.